നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. നാം ജീവിക്കുന്ന ഈ ലോകം ദിനം പ്രതി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് ആളുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെക്നോളജിയിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന്, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വരെ മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു മാറുന്ന ലോകത്തിൽ തീർച്ചയായിട്ടും നമ്മളും മാറ്റങ്ങൾക്ക് വിധേയമായാൽ മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയാമെങ്കിൽ കൂടെ ഈ ഒരു മാറ്റത്തെ അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ഇന്നത്തെ എന്റെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ചേഞ്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് മാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അനിവാര്യമാകുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളുടെയും നമ്മളുടെ പല ശീലങ്ങളുടെയും ചില സിറ്റുവേഷൻസ് കൊണ്ടൊക്കെ ഇപ്പൊ ഇരിക്കുന്ന പോലെ പോകുന്നതാണ്. സത്യത്തിൽ ഇതിലും കൂടുതൽ നമ്മളിൽ പലരും ഡിസേർവ് ചെയ്യുന്നുണ്ടാവാം. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാറ്റം തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ലൈഫിൽ നമുക്ക് ഇതിലും കൂടുതൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെടി, അതിന് എത്രത്തോളം വളരാൻ കഴിയും? അതിനൊരു പരിധി ഉണ്ടല്ലേ അതിന്റെ വളർച്ചയ്ക്ക്. അതേ സ്ഥാനത്ത് ആ ചെടിയെ നമ്മൾ ചട്ടിയിൽ നിന്നും മാറ്റി പുറത്തു കൊണ്ടുപോയി മുറ്റത്ത് നട്ടു കഴിഞ്ഞാൽ അതൊരു പക്ഷെ വൃക്ഷമായി വളർന്നേക്കാം. അതായത് നമ്മളുടെ വളർച്ച അത്യാവശ്യമാകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മൾ പറിച്ചു നടപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ലൈഫും നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ജീവിതവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിൽ എല്ലാവർക്കും തന്നെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സന്തോഷം സമാധാനവുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനുവേണ്ടി പണിയെടുക്കാൻ മാത്രം നമ്മളിൽ ആരും തയ്യാറല്ല. അതായത് കഴിഞ്ഞ തവണത്തെ എക്സാമിനേക്കാൾ മാർക്ക് കൂടുതൽ എനിക്ക് ഇപ്രാവശ്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പഠിച്ചേ പറ്റൂ. സോ അത്തരത്തിൽ വർക്ക് ചെയ്യാതെ ഒരു റിസൾട്ടും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ മാറ്റം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ ഇത്തരം മാറ്റങ്ങൾക്ക് നമുക്ക് വിധേയമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയതായിട്ടും കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയതായിട്ടും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. അതായത് ഒരിക്കലും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മാറ്റത്തെ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സക്സസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ചലഞ്ചിങ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് മറികടന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ വെരി സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് ദാൻ എവർ ബിഫോർ. മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ലൈഫിന് ഒരു ക്ലാരിറ്റി തരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സാധാരണ മാറ്റത്തെ ഭയപ്പെടാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ആ അംഗീകാരം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു ഐഡന്റിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകൾ, അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ മാറാതെ നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വൺസ് ഒന്ന് മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥത്തിലുള്ള കഴിവ് എന്താണെന്നും നമ്മൾ ശരിക്കും ആരാണെന്നും നമ്മളുടെ വാല്യൂ എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഉള്ള കാര്യത്തിൽ തന്നെ ഓക്കെ ആയി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാല്യൂ എന്താണെന്നോ നമ്മുടെ കഴിവുകൾ എന്താണെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകാൻ തയ്യാറല്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. അതായത് കുറെ കാലം കഴിയുമ്പോൾ ആ വെള്ളം അഴുക്ക് വെള്ളമായിട്ട് മാറും, ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ. അതേപോലെ തന്നെയാണ് നമ്മളും. ഒരു തരത്തിലുള്ള മാറ്റമില്ലാതെ ഒരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സും ചെയ്യാതെ എന്നത്തെയും പോലെ ആ ഓൾഡ് വേർഷൻ എന്താണോ അതിനെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കാനാണ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ യൂസ്ഫുൾ അല്ലാത്ത രീതിയിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. സോ ചേഞ്ചിനെ നാം ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ചേഞ്ച് അനിവാര്യമാകുന്ന സമയത്ത് ജസ്റ്റ് മൂവ് ഓൺ. ആ ഒരു ചേഞ്ചിനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ചേഞ്ച് ഇസ് നോട്ട് അവർ enemy. It is the beginning of your next beautiful chapter. Thank you.